അയ്യോ ശങ്കരൻ. പ്രകാശ, ഇതാണോ ശങ്കരൻ ഷേക്ക്? സാറേ, ഈ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ പിച്ചക്കാരനാണ് ശങ്കരൻ ഷേക്ക്. പ്രകാശ, നീ ഗൾഫിൽ നിന്നല്ലേ വരുന്നത്? അതൊക്കെ ഞാൻ പറയാം. പിന്നെ ഇത് നിന്റെ ഭാര്യ സുമ, ഇത് സുമയുടെ വല്യമ്മയുടെ മകൻ മണിയൻ. ഒരു മകനുള്ളത് സുമയുടെ തറവാട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നു, അമ്മമ്മയ്ക്ക് കൂട്ടായിട്ട്. ശരിയല്ലേ? ശരിയാണ്. എല്ലാം ഈ ശങ്കരൻ അറിയുന്നുണ്ട്. എന്റെ ദൈവമേ, മണിയാ കൈ വിട്ടുപോയി. ഇതാണ് എന്റെ ബാല്യകാല സുഹൃത്ത് ശങ്കരൻ. 10-25 വർഷത്തിന് ശേഷം കണ്ടതല്ലേ? കുറച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ചോട്ടെ അവൻ. ആക്ച്വലി സാർ എവിടെ നിന്നാണ് വന്നത്? ഖത്തറിന്ന്. അയ്യോ, കണ്ട കട്ടറിന്ന് കയറി വന്നെന്നേ തോന്നുന്നു. പ്രകാശ, നീ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അന്ന് നെടുമ്പറത്ത് സ്കൂളിൽ വെച്ച് ഒരു കട്ടറിൽ വീണ് നീയും ഞാൻ. അതൊക്കെ പിന്നെ പറയാം. ശരി, എന്നാ എനിക്കൊന്ന് കുളിക്കണം. നീ ചില്ലറ കയ്യിലുണ്ടെങ്കിൽ ആ ആട്ടോ ഒന്ന് അയച്ചേര്. നീ വിഷമിക്കണ്ടടാ, ഞാൻ കുറച്ചു കാലം ഇവിടെ ഉണ്ട്. നീ ധൈര്യമായിരിക്കേ. ഷേക്കാണ് പോലും, ഷേക്ക്. ഖത്തറില ഷേക്ക് എറിഞ്ഞിട്ട മോഡലും. അയ്യോ, നിരാലംബക്കാരോട് ഞാൻ ഇനി എന്ത് പറയും? മോശമായി പോയി. എന്തൊക്കെയായിരുന്നു അയാളെ സ്വീകരിക്കാൻ. അയ്യേ, ഇൻഷർട്ട്, ഫുൾ സ്ലീവ്. അയാളെ ചിക്കനും മട്ടനും ഒന്നും അയാൾ കേറ്റണ്ട. പിന്നെ ചാലുക്കല് ബില്ല് എത്രയായെന്ന് അറിയാവോ? എത്രയായി? 3500 രൂപ. ഇത് ആര് കൊടുക്കും? ഞാൻ അറിഞ്ഞോ മണിയാ, ഇതുപോലൊരു ദരിദ്രവാസിയാണ് വന്നിറങ്ങാൻ പോകുന്നതെന്ന്? ദരിദ്രവാസിയല്ല, എന്റെ വാ ചൊറിഞ്ഞോണ്ട് വരെയാണ്. ഇതൊക്കെ പാഴ്സലാക്കി വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം. ആ കൂറക്കെ വല്ല ചമ്മന്തിയോ ചോറോ ചുട്ട പപ്പടോ കൊടുത്ത് വേഗം സ്ഥലം കാലിയാക്കാൻ പറ. അല്ല പിന്നെ മനുഷ്യനെ ആശിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഷേക്കെന്ന് പറഞ്ഞിട്ട് വന്ന് ഇറങ്ങൂട്ടൊരു രൂപം. ഇതാണ് പ്രകാശന്റെ ഖത്തറിലുള്ള കൂട്ടുകാരൻ. ഇയാൾക്ക് വേണ്ടിയാണോ നമ്മൾ ഈ പൂച്ചണ്ടും വില പിടിച്ച ലഞ്ചും ഒരുക്കി കാത്തിരുന്നത്? സുമേ, നീ ഒന്ന് പതുക്കെ പറ. ശങ്കരൻ അപ്പുറത്തെ മുറിയിലുണ്ട്. ഏതായാലും അവൻ എന്നെ തിരക്കി വന്നതല്ലേ. പണ്ട് അവനും അവന്റെ വീട്ടുകാരും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ച് റോഡിൽ കൂടെ പോണവന്മാരെല്ലാം ബന്ധുക്കളെന്ന് പറഞ്ഞിട്ട് കയറി വന്നാലാ? എടേ, നീ ഇന്ന് ഒരു ദിവസത്തേക്ക് ക്ഷമി. നാളെ തന്നെ എന്തെങ്കിലും അടവ് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാം. സാറേ, ഞങ്ങളെ കുടുംബത്തിലുള്ള ആർക്കും ഇമാതിരിയുള്ള ബന്ധുക്കളും കൂട്ടുകാരും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാനേ ഞങ്ങളോട് സമ്മതിക്കത്തുമില്ല. ആ പീറ ഗൾഫുകാരൻ വന്നിറങ്ങിയത് കോളനിയിലുള്ളവർ കണ്ടോ എന്തോ? നീ ഉടനെ തന്നെ കോളനിയിലുള്ള സകലെ വരുന്ന ഗൾഫുകാരെന്ന് വിളിച്ച് പ്രകാശ, നമ്മൾ എത്ര നാളായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇവനും കൂടെ ഉള്ള ചോറ് ഒരു വാട്ടിയ വാഴയിൽ പൊതിഞ്ഞോണ്ട് വരും. എന്നിട്ട് ഉച്ചക്ക് സ്കൂള് വിട്ടാൽ പൊതിച്ചോറും കൊണ്ട് ആ താന്നി മരത്തിന്റെ ചോട്ടിലേക്ക് ഒറ്റ ഓട്ടോ. അതൊക്കെ ഒരു കാലം. അതൊക്കെ പോട്ടെ, നീ എടുത്ത് കഴിക്കേ. നീ ഇപ്പോഴും ആ പഴയ പ്രകാശം തന്നെ. സർക്കിളായിട്ട് നിനക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ പോട്ടെ, സംസാരിച്ചിരുന്ന നേരം പോവും. നിനക്ക് വേണ്ടിയാണ് ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് വേണ്ടിയോ? എന്റെ പൊന്നു പ്രകാശ, ഞാനിപ്പോ ഇറച്ചിയും മീനൊന്നും കഴിക്കില്ല. ഫുൾ വെജാ, വെജിറ്റേറിയനാ ഇപ്പം. ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? സോറി. പിന്നെ നീ എന്തോന്ന് കഴിക്കും? ഒരു പിടി നാടൻ അരിയുടെ ചോറ്, ഒരു ചമ്മന്തി, തൈരുണ്ടെങ്കിൽ കുശാൽ. രാത്രിയിലത്തേക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട. ഒരു കോപ്പ കഞ്ഞി, അല്പ അച്ചാറ് മതി. ഇവിടെ പിന്നെ ചിക്കന്റെയും മട്ടന്റെയും ഒക്കെ ഒരു പ്രളയമായി പോയി. അല്ല, ശങ്കരൻ ഗൾഫിലെ ആഹാരം കഴിച്ച് ശീലമായെന്ന് കരുതി ഞങ്ങളിവിടെ ചോറും കറിയൊന്നും ഉണ്ടാക്കിയില്ല. അത് സാരമില്ല, ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതായിരിക്കും നല്ലത്. അതൊന്നും ശരിയാവത്തില്ല. സുമേ, നീ ശങ്കരൻ അല്പം ചോറും കറിയും അതൊന്നും വേണ്ടെന്നേ. അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, ബുദ്ധിമുട്ടൊന്നും നോക്കണ്ട. ചോറും കൂട്ടാനും ഞാൻ ഇപ്പൊ ശരിയാക്കി കൊണ്ടുവരാം. വാ മണിയാ. ഞാൻ വരണോ? അതൊക്കെ പോട്ടെ, ഞാൻ വന്നപ്പോഴേ ചോദിക്കണം എന്ന് കരുതി. നിന്റെ തലയിലെ മുടിയൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയാ? എടാ, അതൊരു എണ്ണ തേച്ചതാ. എണ്ണ? മുടി വളരാനുള്ള എണ്ണ.
അത് തേച്ചമ്മ കുഴിഞ്ഞു നിന്റെ തമാശകള്. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ ഓ സന്ധ്യാസമയത്ത് ഇയാൾ എന്തിനാ ഇങ്ങനെ കിടന്ന് അലമുറ ഇടുന്നേ? അത് അലമുറയല്ല, നാമം ജപിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. വീട്ടിൽ സന്ധ്യ ആവുമ്പോ അമ്മ നല്ല ഈണത്തിൽ സന്ധ്യാനാമം ചൊല്ലിത്തരും. ഞാനത് ഭക്തിപൂർവ്വം ഏറ്റു ചൊല്ലും. അല്ല, ഇതൊന്നും പറഞ്ഞാൽ ഇപ്പൊ ആർക്കും മനസ്സിലാവില്ല. എങ്കിൽ പ്രകാശേട്ടനും കൂടെ ചെന്ന് സന്ധ്യാനാമം ചൊല്ല്. മനുഷ്യന് സ്വസ്ഥമായിട്ടിരുന്ന് സീരിയൽ കാണാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ? ദേ പ്രകാശേട്ടാ, ഞാനൊരു കാര്യം പറയാം. നാളെ തന്നെ ആ ഖത്തർ ഷേഖിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ആ ശരി. എനിക്ക് വയ്യ. രാമ 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 പാഹിമ. കൃഷ്ണ ഗുരുവായൂരപ്പ. ശങ്കര, നാമം ചോദിച്ചു തീർന്നോ? തീർന്നു. ഇത്തരം ചിട്ടകളിലൊന്നും ഇപ്പൊ ആർക്കും ഒരു താല്പര്യമില്ല പ്രകാശ. ശങ്കര, 10-20 കൊല്ലത്തിന് ശേഷം ശങ്കരൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ശരിക്കും നീ ഗൾഫിൽ തന്നെ ആയിരുന്നോടെ? എന്താ പ്രകാശ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനൊരു പോലീസ് മുറയെ പറയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കണ്ട ഗൾഫുകാരന്റെ ഒരു ലുക്കും ഇല്ല. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? ഈ ടീഷർട്ടും മുണ്ടും കൊടുത്തോണ്ട് നടക്കുന്ന നിന്നെ കണ്ടാൽ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് ആരെങ്കിലും പറയുമോ? എന്നാ കണ്ടാ പറയും. പക്ഷെ അതുപോലെ അല്ലല്ലോ നീ ഗൾഫിൽ പോയിട്ടുണ്ടെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. ഒരു ലോഡിംഗുകാരന്റെ ലുക്ക്. ഞാൻ വേണമെങ്കിൽ പാസ്പോർട്ട് കാണിക്കാം, അപ്പൊ നിനക്ക് ബോധ്യാവുമല്ലോ. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഞാൻ ഖത്തറിലായിരുന്നു. ഖത്തറിൽ നീ ഏതെങ്കിലും ജയിലിലായിരുന്നോടാ? പ്രകാശ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, ഗൾഫിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് ആലോചിച്ചതാ. ഈ ഭൂമിയിൽ രക്ഷപ്പെട്ടവരായി ആരാ ഉള്ളത്? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരും ആരിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. അതൊക്കെ പോട്ടെ. പണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും നീ കാണാറുണ്ടോ? ചിലരൊക്കെ ഇതുപോലെ യാദർച്ഛ്യമായിട്ട് കാണും. നമ്മുടെ പഴയ രാജീവനെ നീ കാണാറുണ്ടോ? ഏത് രാജീവൻ? എടാ, പണ്ട് കണ്ണാടി സാറിന്റെ ക്ലാസ്സിൽ വെച്ച് സാർ നമ്മളോടൊരു ചോദ്യം ചോദിച്ചില്ലേ, വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരാകണമെന്ന്? ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് രാജീവൻ ചാടി എഴുന്നേറ്റ് എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ ആ രാജീവനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ രാജീവനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഓ, നമ്മുടെ AK രാജീവൻ. അവ ഇപ്പൊ ടിപ്പർ ഓടിച്ചോണ്ട് കിടക്കുകയാണ്. അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു തവണ എന്റെ കൈ വന്ന് പെട്ടതാ. പിന്നെ കൂടെ പഠിച്ചില്ലെന്ന് ഞാൻ ഒരു താക്ക് കൊടുത്തങ്ങ് വിട്ടു. പിന്നെ കണ്ടിട്ടേ ഇല്ല. പാവം, ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് നടന്നവനാണ്. അതൊക്കെ പോട്ടെ. സുമ നിനക്ക് കഞ്ഞിയും പേരൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുക. കഴിച്ചിട്ട് നേരത്തെ കിടന്നു ഉറങ്ങ്. യാത്രയെ കഴിഞ്ഞ് വന്നാലേ നല്ല ക്ഷീണം കാണും. ഈ പട്ടുമെത്തെ കിടന്നാലേ ഷേക്ക് ഉറങ്ങൂ. ഉറങ്ങ ഷേക്കേ, ഉറങ്ങിക്കോ. സാറേ, പേർഷ്യക്കാരൻ എവിടെയാ ഷേക്ക്? കഞ്ഞൂടിയെ കഴിഞ്ഞ് മുറ്റത്ത് നടന്നു ലാത്തുന്നു. അല്ല സാറേ, ആ അട്ടയെ പിടിച്ച് ഈ മെത്തെ തന്നെ കിടത്തണോ? ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, ഒന്ന് കിടന്നുകൊണ്ട് പോട്ടടേ. കണ്ട ഗോളിന് 2-3 ദിവസത്തേക്ക് ഇവിടെ കാണുമെന്നാണ് തോന്നണത്. അല്ല സാറേ, ഇയാള് ഗൾഫിലാണെന്ന് പറഞ്ഞത് ഉള്ളതാണ്? എനിക്ക് തോന്നണില്ല. ഡേ, ഗൾഫിലാണെന്നുള്ള കാര്യമൊക്കെ നേരെ തന്നെ. ഞാൻ പാസ്പോർട്ടൊക്കെ പരിശോധിച്ചു. എന്തൊരു വാടാ, ഏത് വാടാ? മണി 10 സാറിന് റൂമിൽ പോയി കിടക്കാൻ നോക്ക്. ശങ്കര, ഇവിടെ കിടന്നോളൂ. കുടിക്കാനുള്ള വെള്ളമൊക്കെ ജഗ്ഗിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ. പ്രകാശ, എനിക്കൊരു പായും തലണയും തന്നാ മതി, ഞാൻ നിലത്ത് വിരിച്ച് കിടന്നോളാം. ഈ മെത്തെ കിടന്നാലൊന്നും എനിക്ക് ഉറക്കം വരില്ല. മണിയാ, എനിക്കൊരു പായും തലണ എടുത്തോണ്ട് വാ മോനെ. ഞാൻ ഇവിടെ നിലത്ത് കിടന്നോളാം, നീ പോയി എടുത്തോണ്ട് വാ. സാറേ, ഞാൻ പറഞ്ഞില്ലേ അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാ കിടക്കൂലെന്ന്. അപ്പൊ ശങ്കര, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
അയ്യയ്യയ്യയ്യേ. ഇങ്ങേരുത് എന്തൊരു കാണിക്കണത്? അതെ നിങ്ങളിത് എന്തോന്ന് കാണിക്കണത്? അനിയ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറയാം. സംസ്കൃതത്തിൽ ഇതിന് ദന്തധാവനം എന്ന് പറയും. അയ്യോ എന്റെ ഷേക്കെ, ഈ പല്ല് തേക്കുന്നത് അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാർ കണ്ട ഞങ്ങൾക്കാണ് അതിന്റെ നാണക്കേട്. അതെന്താ ഇവിടെ ഉള്ളവരാരും പല്ല് തേക്കാറില്ലേ? തേക്കും, പക്ഷെ ഇതുപോലെ കൽക്കരി പൊടിച്ചു വെച്ച് ഞാൻ തേക്കൂല. പറഞ്ഞിരുന്നെങ്കിൽ പേസ്റ്റ് ടൂത്ത് ബ്രഷ് ഞാൻ വാങ്ങിച്ചോണ്ട് തരുമായിരുന്നല്ല. ഇതിന്റെ ഒരു സുഖം കിട്ടില്ല അനിയ. അതൊക്കെ കെമിക്കലാ, കൃത്രിമം. എന്നാ പിന്നെ അപ്പുറത്തോ ഇപ്പുറത്തോ മാറി നിന്ന് തേച്ചാ പോരെ, മറ്റുള്ള ആൾക്കാർ ആര് കാണാത്ത രീതിയിൽ. അയ്യോ ഇവിടെയൊക്കെ കരിയോയിൽ തുപ്പി വൃത്തിയുടെ ആക്കോല കളവാ. അയ്യോ അല്ല അനിയ, എന്തേ ഇവിടെ അടുത്ത് ക്ഷേത്രം വല്ലതുണ്ടോ? ക്ഷേത്രമൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ തൽക്കാലം പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. ഏത് പ്രതിഷ്ഠയാണ് പൂജിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വിഗ്രഹം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കാം. പോരെ? ആദിവാസികളെ കാലും അപരിഷ്കൃതനായി പോയല്ല ചേട്ടാ നിങ്ങള്. തലവേദന കേസ് തന്നെ ഈ ശങ്കരനെ കൊണ്ട്. നില്ല് അനിയ, ഒന്ന് നില്ല്. എന്ത്? അതായത് ഇവിടത്തെ ഫോൺ നമ്പർ എന്റെ ഒരു അണ്ണാക്കി കുരുങ്ങിയ എന്റെ ഒരു സ്നേഹിതന് ഞാൻ കൊടുക്കുന്നുണ്ട്. അവരാ വല്ലം വിളിക്കുകയാണെങ്കിൽ ആൾക്കാരല്ല എനിക്ക് ഓടുമല്ലോ ദൈവമേ. വിളിക്കുകയാണെങ്കിൽ ഞാൻ 4-5 ദിവസം കഴിഞ്ഞേ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞേക്കണം. ആഹാ, അത് ശരിയാ. അപ്പൊ ഇന്നും നാളെ പോകാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലേ? ഇല്ല. 10-20 വർഷത്തിന് ശേഷം ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാൻ വന്നതല്ലേ. അവനെയും വിളിച്ചോണ്ട് പോയി വെളിയിലൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി അടിച്ച് കാണണം. അതാണ് എന്റെ ഒരു ആഗ്രഹം. അത് നല്ല തീരുമാനം. കൊള്ളാം, ഇത് ഒരു നടക്ക് പോവൂല. ഞാൻ പറയാം കേട്ടാ. ശരി, ഞാൻ ഉണ്ടല്ലോ. ഞാൻ അടിക്കല്ലേ എന്നെ കൊണ്ട്. അത് ശരി, അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. പ്രകാശനോട് ഞാൻ പറയാം, നാളെ തന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. ഇന്നത്തെ കാലത്ത് പറ്റിപ്പുകാർ പല രൂപത്തിലാണ് ചേച്ചി. കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരുടെ ലിസ്റ്റ് തപ്പിയെടുത്ത് പരിചയം പുതുക്കി ഓരോരുത്തരുടെ വീട്ടിലങ്ങ് കയറും. സംഭവം എന്താണെന്നറിയാമോ? ആഹാരവും വസ്ത്രവും താമസവും ഒക്കെ ചുളിവിലങ്ങ് കിട്ടുമല്ലോ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കാശും പോയി കിട്ടും. ഒരു പോലീസ് ഓഫീസറായിട്ടും പ്രകാശേട്ടൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ന് ഞാനിതൊരു വഴക്കാക്കും, നീ നോക്കിക്കോ. വഴക്കാക്കണം. എന്റെ എല്ലാ പിന്തുണയും ചേച്ചിക്കുണ്ടാവും. ഒരുപാട് നാളായി സാറിന് 2 വഴക്ക് കൊടുത്തിട്ട്. അതിന്റെ ഒരു കുറവ് കാണാനും ഉണ്ട്. നീ വാ. വഴക്ക് ഇന്ന് തന്നെ തുടങ്ങാം കേട്ടാച്ചി. സുമേ, ഗൾഫിൽ നിന്ന് പ്രകാശ് സാറിന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. മായ പറഞ്ഞിട്ടാ ഞങ്ങൾ അറിഞ്ഞത്. ഖത്തറിലെ ഷെയ്ക്കോ ഷെയ്ക്കിന്റെ പിയോ അങ്ങനെ എന്തോ ആണെന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, അത്യാവശ്യമാ. അയ്യോ അതെന്തിനാ? അല്ല ചേച്ചി, ഇവരുടെ ആങ്ങള ഖത്തറിലാണ്. അതെ അതെ. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ വന്നോണ്ടിരുന്നേലേ. ഇപ്പൊ 3 വർഷത്തിലൊരിക്കലേ വരാറുള്ളൂ. ഷെയ്ക്കിന്റെ അടുത്ത ആളാകുമ്പോ എന്തെങ്കിലും നടക്കാനിടയുണ്ടെന്നാ മായ പറഞ്ഞത്. അത് പിന്നെ സുമയ്ക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ഏയ് അതല്ല, അയാള് അല്ല പ്രകാശന്റെ കൂട്ടുകാരൻ ഇന്ന് ഉച്ചയ്ക്ക് ഡൽഹിക്ക് പോവും. അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വന്ന് കാണാം. അയ്യോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ചേച്ചി. അദ്ദേഹം ഒരു 20 ദിവസം ഇവിടെ കാണും. ആള് ഡൽഹിയിലൊക്കെ പോയി 3-4 ദിവസം കഴിഞ്ഞ് ഇവിടെ മടങ്ങി വരും. അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് സൗകര്യമായിട്ട് കാണാം. അതല്ലേ നല്ലത്? അതല്ലേ നല്ലത്? എന്തായാലും സുമ അദ്ദേഹത്തോട് ഒന്ന് സൂചിപ്പിക്കണം. ഇതിൽ ആംഗ്ലയുടെ പടവും ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസും ഉണ്ട്. ഒന്ന് അന്വേഷിക്കാൻ പറയണം. ഞാൻ പറയാം. കാര്യമായിട്ട് തന്നെ പറയണേ. ഖത്തറിൽ ഒട്ടകങ്ങൾ ഏതിലൂടെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും പ്രകാശ് സാറിന്റെ കൂട്ടുകാരനാണെന്നാ മായ പറഞ്ഞത്. ഏതായാലും ഈ കോളനിയിൽ ഒരു സഹോദരിയുടെ സഹോദരന്റെ പ്രശ്നമല്ലേ. ഞാൻ സാറിനോട് പറയാം. ചേച്ചിമാര് ധൈര്യമായിട്ട് പൊയ്ക്കോ. അദ്ദേഹം ഡൽഹിയിൽ പോയി മടങ്ങി വന്നിട്ട് ഞങ്ങൾ നേരിട്ട് കാണാം. എന്നാ വരട്ടെ. ശരി എന്നാ ചെന്നാട്ടെ. ശരി, കാണേ ഡൽഹിയിൽ പോയിട്ട് വരുമ്പോ തന്നെ. ഇനി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പുലി വരുന്നേന്ന് പറഞ്ഞോണ്ട് കോളനി മുഴുവനും വിളിച്ച് പറഞ്ഞത് ചേച്ചിയല്ലേ. അവസാനം വന്നതാ ഒരു നച്ചലി. പിന്നെ ചേച്ചി, ആ മായ ചേച്ചിക്കിട്ട് നല്ല പാര പണിയുന്നുണ്ട്. ഈ കണ്ട പെണ്ണുങ്ങളെ ഇളക്കി വിട്ടതും ഈ മായയാണ്.
അതെ അതെ. പിന്നെ ഒരു കാര്യം, അവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. വരുന്ന ആള് ഗൾഫിലെ ഷെയ്ഖാണ്, ചെയർമാനാണ്, പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയല്ലേ ആൾക്കാരോട് പറഞ്ഞു നടന്നത്. ദേ, നീ എന്തായാലും ആ ചങ്കരനെ പുറത്തേക്കൊന്നും വിടരുത്. ആരെയെങ്കിലും കണ്ട് വർത്താനം പറഞ്ഞ അയാൾ ഗൾഫിൽ നിന്ന് വന്നെന്ന് പറഞ്ഞോളെ. ഓ ശരിയാണല്ലോ, മനസ്സിലായോ? വാ. എന്ന് ഞാൻ പറയില്ല. രാഷ്ട്രീയമായാലും ബിസിനസ് ആയാലും മനസ്സിൽ ഭക്തി ഉണ്ടാവണം. എങ്കിലേ സമൂഹത്തോട് സ്നേഹത്തോടും ആദരവോടും കൂടി ഇടപെടാൻ പറ്റൂ. ആയിരിക്കാമെന്നല്ല, ആണ്. AKCP അടിസ്ഥാനപരമായി യുക്തിവാദികളുടെ ഒരു പാർട്ടിയാണെന്നാണ് പബ്ലിക്കിന് ഒരു വിശ്വാസമുള്ളത്. പിന്നെ ദൈവത്തിലൊന്നും വിശ്വാസമില്ലെന്ന് ഞങ്ങൾ പബ്ലിക്കൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ AKCP എന്ത് കാര്യം തുടങ്ങിയാലും ജോൾസിനെ കണ്ട് സമയം കുറിപ്പിച്ച് വാങ്ങും. മാമൻ അറിയാവോ, AKCPക്ക് ഇപ്പൊ കണ്ടകശനിയാണ്. എല്ലാ ആഴ്ചയും പാർട്ടിയുടെ പേര് നീരാഞ്ജനം നടത്തുന്നുണ്ട്. നീരാഞ്ജന സമാഭാസം, രവിപുത്രം യമഗ്രജം, ഛായമാർത്താണ്ഡ സംബുധം, നമാമി ശനേശ്വരം എന്നല്ലേ അവർ ചൊല്ലുന്നത്. അങ്ങനെയൊക്കെ ചൊല്ലുന്നുണ്ട് അവര്. പക്ഷെ ഇതൊന്നും അണികൾക്ക് അറിഞ്ഞൂടാ. പാർട്ടിക്ക് ഇപ്പൊ അല്ലേലും വലിയ ദോഷ സമയമാണെന്നാണ് എല്ലാവരും പറയുന്നുണ്ട്. ഏതായാലും ഇത്രയും വലിയ ജ്ഞാനിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ അനുഗ്രഹിക്കണം ജ്ഞാനി. തലവരെ മോശമാണല്ലോ അവിടുത്തെ അങ്ങനെ തന്നെ. അനുഗ്രഹിക്ക്. എങ്കിരുന്നാലും ഇയാള് ബാലപ്പനോട് വല്ലതും പറഞ്ഞു കാണുവോ? ആർക്കറിയാം, നീ ഒന്ന് ചോദിച്ചു നോക്ക്. പ്രകാശ് കുമാർ സാറിനെ ഒന്ന് കാണാൻ വിളിച്ചിട്ട് വന്നൂടെ നിങ്ങൾക്ക്? അപ്പഴാ മാമനോട് മധുര ഞാനിപ്പോ വരണമെന്നില്ല. ഈശ്വരോ രക്ഷതോ. എന്തുവാ എന്ത്? അയാള് ഗൾഫിൽ നിന്ന് ആളാണെന്ന് നിങ്ങളോട് പറഞ്ഞ? ഇല്ല, പറഞ്ഞില്ല. പ്രകാശ് കുമാർ സാറിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. അയാൾക്ക് തലയ്ക്കകത്ത് ചെറിയ കുഴപ്പമുണ്ട്. പ്രകാശ് കുമാർ സാറിന്റെ ബന്ധുവല്ലേ കാണും. അല്ല, അയാള് ഗൾഫിൽ നിന്ന് വന്ന ആളാണോ എന്ന് എന്നോട് ചോദിച്ചോന്ന് നീ ചോദിച്ചില്ലേ? അതെനിക്ക് മനസ്സിലായില്ല. അതെ, ഇയാൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഗൾഫിൽ നിന്ന് വരുന്നു, യൂറോപ്പിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിഞ്ഞങ്ങ് കയറും. അങ്ങനെ ഒഴുകി വന്നതല്ലേ ഇവിടെ. അല്ല, ഇവിടെ ഗൾഫിലുള്ള ആരോ വരുന്നത് 2 ദിവസം മുമ്പ് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ? അല്ല, വരും, അയാള് വരും. എപ്പോ വരും എന്ന് പറയാൻ പറ്റുമല്ലോ, ഗൾഫിൽ നിന്നല്ലേ. അപ്പൊ ഇയാള് ഗൾഫ് അല്ല അല്ലേ? എന്റെ മുത്താരമ്മച്ചിയാണ് സത്യം. ഇയാള് ഗൾഫ് അല്ല. മറ്റേ ആള് ഗൾഫിൽ നിന്ന് വരുമ്പോ എന്നെ പരിചയപ്പെടുത്തണം കേട്ടാ. ഞാൻ വല്ല ഫണ്ടൊക്കെ പിരിച്ച് ജീവിച്ചു പോട്ട്. അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. മാമ പാട്ട് തുടങ്ങിയല്ലേ. ഞാൻ എന്തായാലും യാത്ര പറഞ്ഞിട്ട് പോട്ടെ. അമ്മോ, ചെന്ന് കയറിക്കൊടു. അയാൾ പാടുന്ന കേട്ടാ, അപ്പഴ് യാത്ര പറയാൻ ചില്ലല്ലോ, അയാൾ വയലന്റ് ആവും. പാട്ടുപാടി വയലന്റ് ആവും. ഓരോരോ അസുഖങ്ങളല്ലേ. നീ എന്തായാലും പറഞ്ഞു തന്ന, അല്ലെങ്കിൽ അടി എനിക്ക് കിട്ടിയാൽ. ஞானப்பழத்தை பிளந்து ரசமாவுள்ளவும் எடுத்து இன்னல்ல முருகனை എന്റെ ഈശ്വരാ, ഈ പ്രകാശേട്ടന്റെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ തീരെ കച്ചട പാർട്ടികളായി പോയല്ലോ. ഡേർട്ടി ഫെലോസ്. ഓ, അവിടെ ഇരുന്ന് അടിക്കു കുറച്ചു നേരം. ഹലോ, ആരാ? ഡൽഹിന്നോ? ആരാന്ന് പറയൂ. സുലോചന അപ്പച്ചിയുടെ മോനാ? ആരാ? നമ്മുടെ സീക്കുട്ടിനോ? എടോ, അപ്പച്ചി മരിച്ച ശേഷം നീ അങ്ങ് ഡൽഹി തന്നെ താമസമാക്കിയല്ലേ? എത്ര കൊല്ലവായിടാ നീ നാട്ടിലേക്കൊക്കെ ഒന്ന് വന്നിട്ട്? എന്ന് വരുന്നു? നാളെയോ? അതെ അതെ, ജവഹർ കോളനി തന്നെയാ താമസം. വീട്ടു നമ്പർ എഴുതിക്കോ. JRA 135. 135. ഓ, കമ്പനിയുടെ ആവശ്യത്തിലാണല്ലേ വരുന്നത്? എന്നാ ഒരു കാര്യം ചെയ്, വരുമ്പോ നേരെ ഇങ്ങോട്ടേക്ക് വാ. ഓക്കെ. ദേ, പിന്നെ പ്രകാശേട്ടന് പ്രമോഷനായി. ഇപ്പൊ സർക്കിളാ. ഉടനെ DYSP ആവും. ഓക്കെ, നാളെ കാണാം. ആരാ ചേച്ചി വിളിച്ചത്? നമ്മുടെ ഒരു അകന്ന ബന്ധുവാ, സുലോചന അപ്പച്ചി. ഓ, മറ്റേ ഡൽഹിയിലുള്ള. അയ്യോ, അവര് മരിച്ചോ ഇല്ലേ?
എടാ അവരുടെ മകൻ ശ്രീകുട്ടനില്ലേ, അവനാ വിളിച്ചത്. ഓ, ഒരു മോനുള്ളതായിട്ട് എനിക്കറിയാം, പക്ഷെ ഞാൻ അവനെ കണ്ടിട്ടില്ല കേട്ടാച്ചി. അവനെ ഡൽഹിയിൽ ഏതോ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യാ. കമ്പനി ആവശ്യത്തിന് വേണ്ടി അവൻ നാളെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഞാൻ അവനോട് നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ, വരട്ടെ ചേച്ചി, വരട്ടെ. കാഴ്ചക്ക് ശ്രീകുട്ടൻ ഒരു ഗൾഫുകാരന്റെ ലുക്ക് ഉണ്ടെങ്കിൽ കാര്യമുണ്ട് ചേച്ചി. എന്താടാ? പ്രകാശ് സാറിന്റെ ഗൾഫിലുള്ള കൂട്ടുകാരനില്ലേ, ആ ചങ്കര ഷേഖ്, അത് ഇയാളല്ലെന്നും ശ്രീകുട്ടനാണെന്നും നമ്മൾ കോളനിക്കാർക്കിടയിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? അതൊരു നല്ല ഐഡിയ ആണല്ലോ മണിയാ. പിന്നെ അല്ലേ, എന്റെ ഈ തലമുണ്ട നിറയെ ഐഡിയ അല്ലേ ചേച്ചി, ഐഡിയ. എങ്കിൽ ശ്രീകുട്ടൻ ഇങ്ങ് വരട്ടെ.